ഇന്ത്യൻ കസ്റ്റംസ് ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു നീക്കമായിരുന്നു ഓപ്പറേഷൻ നുംകോർ. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നർത്ഥം വരുന്ന നുംകോർ എന്ന വാക്ക് തന്നെയായിരുന്നു ഈ സീക്രട്ട് ഓപ്പറേഷന്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഡംബര കാറുകളുടെ അനധികൃത ഇറക്കുമതിയെയും നികുതി വെട്ടിപ്പിനെയും ലക്ഷ്യമിട്ടാണ് ഈ പരിശോധന ആരംഭിച്ചത്. 2025 സെപ്റ്റംബർ 23 കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറേറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ രാജ്യവ്യാപകമായ നീക്കം കേരളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും വീടുകളിലേക്ക് വരെ നീണ്ടുചെന്നു. നികുതി വെട്ടിച്ചെത്തിയ 100 കണക്കിന് ആഡംബര വാഹനങ്ങൾ സംസ്ഥാനത്ത് ഓടുന്നുണ്ടെന്ന കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസിന്റെ ഈ അപ്രതീക്ഷിത മിന്നലാക്രമണം. ഇതൊരു സാധാരണ നികുതി വെട്ടിപ്പ് കേസ് മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെയും ദേശീയ സുരക്ഷയെയും തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന്റെ ചുരുളഴിക്കുന്ന തുടക്കമായിരുന്നു. ഈ തട്ടിപ്പിന്റെ കേന്ദ്രം ഭൂട്ടാനായിരുന്നു. ഇന്ത്യയിലേക്ക് പുതിയ കാറുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ വാഹനത്തിന്റെ വിലയുടെ ഏകദേശം 200% വരെ നികുതിയും തീരുവയും അതായത് ഡ്യൂട്ടിയും അടക്കേണ്ടതുണ്ട്. ഇവിടെയാണ് തട്ടിപ്പ് സംഘം ഭൂട്ടാനെ ഒരു ഇടത്താവളമായി ഉപയോഗിച്ചത്. ഭൂട്ടാൻ റോയൽ ആർമി ഉപേക്ഷിച്ചതും കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്യുന്നതുമായ പഴയ വാഹനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വിന്റേജ് കാറ്റഗറിയിൽ പെടുന്ന ആഡംബര SUVകൾ എന്നിവ തുച്ഛമായ വിലയ്ക്ക് ഇടനിലക്കാർ വാങ്ങിക്കൂട്ടും. ചില സന്ദർഭങ്ങളിൽ പുതിയ വാഹനങ്ങൾ പോലും ഭാഗങ്ങളാക്കി കംപ്ലീറ്റ്ലി നോക്ക്ഡൌൺ ആയി കണ്ടെയ്നറുകളിൽ കടത്തിക്കൊണ്ടുവന്നതായും സൂചനകൾ ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങൾ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. ഇന്ത്യൻ വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, നിസാൻ, റേഞ്ച് റോവർ പോലുള്ള അതിശയിപ്പിക്കുന്ന ആഡംബര SUVകളാണ് ഇങ്ങനെ ഭൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത്. നികുതി കൃത്യമായി അടച്ച് ഈ വാഹനങ്ങൾ സ്വന്തമാക്കുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് വലിയ വിലക്കുറവിൽ ഈ വാഹനം ലഭിക്കുമെന്ന വാഗ്ദാനവുമായി സംഘം രംഗത്തെത്തിയത്. കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ 150 മുതൽ 200 വരെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചാൽ മാത്രം പോരാ, അവയ്ക്ക് രാജ്യത്ത് നിയമപരമായ ഒരു മേൽവിലാസം നൽകണം. ഇവിടെയാണ് തട്ടിപ്പ് സംഘത്തിന്റെ അതിബുദ്ധിപരമായ നീക്കങ്ങൾ അരങ്ങേറിയത്. ആദ്യം ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യും. ഇതിനായി തികച്ചും വ്യാജമായ വിലാസങ്ങളും ഉടമകളുടെ പേരുകളും ഉപയോഗിച്ചു. മാഹിൻ അൻസാരി എന്ന അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ഒരു ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കേസിൽ ഉൾപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. എന്നാൽ കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയൊരാൾ ഇല്ലെന്നും വിലാസം വ്യാജമാണെന്നും കണ്ടെത്തുകയായിരുന്നു. ഏറ്റവും ഗൗരവകരമായ കണ്ടെത്തൽ വാഹനങ്ങളുടെ രേഖകൾ വ്യാജമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച മുദ്രകളായിരുന്നു. ഇന്ത്യൻ ആർമി, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, ഇന്ത്യയിലെയും അമേരിക്കയിലെയും എംബസികൾ എന്നിവയുടെ ഔദ്യോഗിക സീലുകളും ഇൻസിഗ്നിയകളും വരെ ഈ രേഖകളിൽ വ്യാജമായി പതിപ്പിച്ചു. ഈ ഔദ്യോഗിക മുദ്രകൾ ഉപയോഗിച്ച് ഈ വാഹനങ്ങൾ പ്രതിരോധ സേനയുടെയോ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയോ ഉടമസ്ഥതയിലുള്ളതാണെന്ന് വരുത്തി തീർത്ത് പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചു. ഇന്ത്യൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 2014 നിർമ്മിച്ച ഒരു വാഹനം 2005 മുതൽ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നതായി ഓൺലൈൻ രേഖകളിൽ തിരുത്തി എഴുതി. ഇത് ഉദ്യോഗസ്ഥരുമായി ഒത്തുകളി നടന്നിരിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത്തരത്തിൽ നിയമപരമായ ഒരു പരിവേഷം നൽകിയ ശേഷം ഈ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് കാർ ഡീലർമാർ വഴിയും ഇടനിലക്കാർ വഴിയും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യും. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഈ ആഡംബര കാറുകൾ ലഭിക്കുന്നതിനാൽ സിനിമാ താരങ്ങൾ, വ്യവസായികൾ, മറ്റ് ധനികർ എന്നിവരായിരുന്നു പ്രധാന ഉപഭോക്താക്കൾ. ഓപ്പറേഷൻ നുംകോർ കേസിന്റെ വ്യാപ്തി നികുതി വെട്ടിപ്പിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടിജു നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ തട്ടിപ്പ് സംഘത്തിന് മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തി. നികുതി വെട്ടിച്ചെത്തിയ ഈ വാഹനങ്ങൾ പലപ്പോഴും സ്വർണ്ണക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും ഉപയോഗിച്ചതായി കസ്റ്റംസിന് വിവരം ലഭിച്ചു. രാജ്യത്തിന്റെ അതിർത്തികൾ കടത്തി നിയമവിരുദ്ധമായ വസ്തുക്കൾ കടത്തുന്നതിനുള്ള മറയായി ഈ വാഹനങ്ങൾ പ്രവർത്തിച്ചു. ഇറക്കുമതി തീരുവ വെട്ടിച്ചത് കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ, GST വെട്ടിപ്പ്, ആദായ നികുതി വെട്ടിപ്പ് എന്നിവയും ഈ വാഹന ഇടപാടുകളിൽ നടന്നിട്ടുണ്ട്. കൃത്യമായ പണമിടപാട് രേഖകളോ വാങ്ങൽ രേഖകളോ ഈ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കള്ളപ്പണത്തിന്റെ സാധ്യതകൾ കണ്ടെത്തിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസിൽ ഇടപെടാൻ തീരുമാനിച്ചു. ED ഉടൻ തന്നെ ഒരു എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കേസിന്റെ സാമ്പത്തിക വശങ്ങൾ അന്വേഷിക്കാനുള്ള നീക്കം തുടങ്ങി. ഇന്ത്യൻ ആർമിയുടെയും എംബസികളുടെയും സീലുകൾ വ്യാജമായി നിർമ്മിച്ചത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. ഭീകരവാദ ഫണ്ടിങ്ങിന് പോലും ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സാധ്യത ഉൾപ്പെടെ വിശദമായി അന്വേഷിക്കുമെന്നും കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ സഹായം ഓപ്പറേഷനിൽ തേടിയതും ഈ ഗൗരവം വ്യക്തമാക്കുന്നു.
കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റ് അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷന് രൂപം നൽകിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചു വരുന്ന ആഡംബര കാറുകൾ സംബന്ധിച്ച കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കുന്ന റാക്കറ്റിനെ കുറിച്ചും അത് വിപണനം ചെയ്യുന്ന ഇടനിലക്കാരെക്കുറിച്ചും ഉന്നത ഉപഭോക്താക്കളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായ ശേഷമാണ് ഓപ്പറേഷൻ നുംകോർ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെയും ജില്ലകളെയും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ആസൂത്രണം ചെയ്തത്. ഒരേ സമയം നിരവധി കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയാൽ മാത്രമേ വാഹനങ്ങൾ ഒളിപ്പിക്കാനുള്ള അവസരം തട്ടിപ്പുകാർക്ക് ലഭിക്കാതിരിക്കൂ എന്നതുകൊണ്ട് ഏകദേശം 30 ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു. കേരള പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ATS എന്നിവയുടെ സഹായം ഇതിനായി കസ്റ്റംസ് തേടി. കസ്റ്റംസ് കമ്മീഷണർ ടി ടിജുവിന്റെ മേൽനോട്ടത്തിൽ അതീവ രഹസ്യമായി 2025 സെപ്റ്റംബർ 23-നാണ് ദൗത്യം ആരംഭിച്ചത്. സെപ്റ്റംബർ 23-ന് പുലർച്ചെ തുടങ്ങിയ ഓപ്പറേഷൻ നുംകോർ കേരളത്തെ ഞെട്ടിച്ചു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉദ്യോഗസ്ഥ സംഘങ്ങൾ ഒരേ സമയം പരിശോധനയ്ക്കെത്തി. റെയ്ഡ് നടന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്ന് മലയാളത്തിലെ പ്രമുഖ യുവതാരങ്ങളുടെ വീടുകളായിരുന്നു. നടന്മാരായ പൃഥ്വിരാജ് സുകുമാരന്റെ കൊച്ചിയിലെ തേവരയിലെയും ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെയും വീടുകളിൽ കസ്റ്റംസ് സംഘം പരിശോധന നടത്തി. കൂടാതെ നടൻ അമിത് ചക്കാലക്കലിന്റെ വീടും പരിശോധനയ്ക്ക് വിധേയമായി. താരങ്ങളുടെ വാഹനങ്ങളുടെ രേഖകൾ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. ആദ്യ ദിനം മാത്രം 36 ആഡംബര കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഇതിൽ ഭൂരിഭാഗവും നികുതി വെട്ടിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതാണെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ളതായി കരുതുന്ന 2 ആഡംബര കാറുകൾ കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ വന്നു. ഇവ അനധികൃതമായി ഇറക്കുമതി ചെയ്തതാണോ എന്നറിയാൻ രേഖകൾ പരിശോധിക്കുകയും തുടർന്ന് ഈ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയും ചെയ്തു. പൃഥ്വിരാജിന്റെ വീടുകളിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ പരിശോധന പൂർത്തിയാക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ രേഖകളും പരിശോധിച്ചു. അമിത് ചക്കാലക്കൽ രേഖകളുമായി കസ്റ്റംസ് ഓഫീസിൽ നേരിട്ട് ഹാജരായി. റെയ്ഡ് 2-ാം ദിവസവും തുടർന്നു. അഡീഷണൽ വാഹനങ്ങൾ പിടിച്ചെടുത്തതോടെ ആകെ പിടിച്ചെടുത്ത കാറുകളുടെ എണ്ണം 38 ഉയർന്നു. കുണ്ടന്നൂരിലെയും അടിമാലിയിലെയും വർക്ക്ഷോപ്പുകളിൽ നിന്നാണ് പുതിയ വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ഈ തട്ടിപ്പിൽ അറിയാതെ കുടുങ്ങിയ സാധാരണക്കാരും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ഓഫ് റോഡ് ഡ്രൈവിംഗ് രംഗത്തെ പ്രമുഖയായ ശില്പ സുരേന്ദ്രന്റെ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ J80 SUV അടിമാലിയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തത് വലിയ വാർത്തയായി. വിന്റേജ് കാറ്റഗറിയിൽപ്പെട്ട 1996 മോഡൽ SUV ആയിരുന്നു അത്. 15 ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങിയ ശില്പ അത് നന്നാക്കാനും സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 5 ലക്ഷം രൂപയോളം ചെലവഴിച്ചിരുന്നു. വാഹനം നഷ്ടപ്പെട്ടതിൽ തകർന്നുപോയ അവർ താൻ ഒരു സാധാരണ ഉപഭോക്താവാണെന്നും തട്ടിപ്പിനെക്കുറിച്ച് അറിവില്ലായിരുന്നെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വ്യാജരേഖകളാണോ എന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം അധികൃതർക്കുണ്ടെന്നും അവർ പറഞ്ഞു. 38 വാഹനങ്ങൾ പിടിച്ചെടുത്തെങ്കിലും 150-200 വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നുണ്ടെന്ന നിഗമനത്തിൽ കസ്റ്റംസ് ഓപ്പറേഷൻ നുംകോർ തുടരുകയാണ്. അന്വേഷണം കടുപ്പിച്ചതോടെ വാഹന ഉടമകൾ ചില പ്രതിരോധ നീക്കങ്ങൾ നടത്തുന്നതായി കസ്റ്റംസ് കണ്ടെത്തി. വാഹനങ്ങളുടെ നിറം മാറ്റുക, നമ്പർ പ്ലേറ്റുകൾ മാറ്റുക, അല്ലെങ്കിൽ വാഹനം കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്താൻ ശ്രമിക്കുക തുടങ്ങിയ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാജരേഖകൾ ഉണ്ടാക്കിയതിനും നികുതി വെട്ടിപ്പ് നടത്തിയതിനും പിന്നിലെ മുഖ്യ സൂത്രധാരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈ തട്ടിപ്പിന് പിന്നിൽ നാഗാലാൻഡ് സ്വദേശിയായ ഒരാളാണെന്നും അയാളുടെ മലയാളി ഏജന്റുമാർ വഴിയാണ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കാറുകൾ വിറ്റതെന്നുമാണ് നിലവിലെ നിഗമനം. കേസിൽ ഉൾപ്പെട്ടവർക്ക് കസ്റ്റംസ് നോട്ടീസ് അയക്കുകയും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആഡംബര വാഹനങ്ങളുടെ ലോകത്തെ ഞെട്ടിച്ച ഒരു വലിയ നികുതി വെട്ടിപ്പ് റാക്കറ്റിനെയാണ് ഓപ്പറേഷൻ നുംകോർ തുറന്നു കാട്ടിയത്. ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയ വാഹനങ്ങൾ കേവലം നികുതിയുടെ മാത്രം വിഷയമായിരുന്നില്ല. മറിച്ച് കള്ളക്കടത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും വേണ്ടി വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ കരസേനയുടെയും നയതന്ത്ര കാര്യാലയങ്ങളുടെയും മുദ്രകൾ ദുരുപയോഗം ചെയ്തത് രാജ്യത്തിന്റെ നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. കസ്റ്റംസിന്റെ ഈ ദൗത്യം നിയമം ലംഘിച്ച് മുന്നോട്ട് പോകുന്ന വലിയ സാമ്പത്തിക കുറ്റവാളികൾക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. കേസിന്റെ സാമ്പത്തിക സുരക്ഷാപരമായ വശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമാവുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.